ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മലയാള പുതുവർഷ ഫലമാണ്. പുതുവർഷം ആരംഭിക്കുന്നത് 2024 ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതലാണ്. കർക്കിടകം 32 വരെയുള്ള ഒരു സമയം. ചിങ്ങം 1 മുതൽ കർക്കിടകം 32 വരെ. കൊല്ലവർഷം 1200 ആണ്ട്. 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള സമയം. ഈ ഒരു പുതുവർഷം പിറക്കുന്ന സമയത്ത് ഈ ഒരു ചിങ്ങം 1 മുതൽ 12 രാശികളിൽപ്പെട്ട 6 രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളരെയധികം നന്മകൾ, ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഇത്രയും കാലം അനുഭവിച്ചു വന്ന പല ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഒക്കെ വിട്ടുമാറുന്ന സമയം. 12 രാശിക്കാരിൽ ഈ ഒരു 6 രാശിക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഒരു രാജയോഗ തുല്യമായിട്ടുള്ള നല്ല നല്ല ഗുണഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും. 6 രാശിക്കാരെ പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇവിടെ പറയുന്ന 6 രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട്. ഈ ഒരു സമയം ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലം, അതായത് 2024 ഓഗസ്റ്റ് 17 മുതൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. രാശിയിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വർഷക്കാലം ലഭിക്കുന്ന ഗുണഫലങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ജാതകവശാൽ നടക്കുന്ന ദശയ്ക്കും ദശാനാഥൻ്റെ ബലത്തിനും ബലഹീനതയ്ക്കുമൊക്കെ അതിൽ വളരെയധികം പങ്കുണ്ട്, പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന 6 രാശികളിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക. ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരങ്ങളും മാർഗങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മുന്നോട്ട് ചിങ്ങം 1 മുതലുള്ള ഒരു വർഷക്കാലം ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. പൊതുവെ ഈ 6 രാശിക്കാർക്ക് സമയം വളരെ അനുകൂലമായിട്ട് വരുന്ന സ്ഥിതിയാണുള്ളത്. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ ഈ വരുന്ന പുതുവർഷ കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. പൊതുവെ മേടം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ വളരെയധികം ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം. എടുത്തു പറയേണ്ട ഒന്ന് സാമ്പത്തികപരമായിട്ടുള്ള ഒരു പുരോഗതി, അഭിവൃദ്ധി തന്നെയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികളെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഒരുപാട് ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായിട്ടും അത്രമേൽ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലം കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കാം. അതുപോലെ ഗൃഹപ്രവേശം, ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾക്കൊക്കെ സാധ്യതയുള്ള സമയവും കൂടിയാണ്. പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ കർമ്മ മേഖലയിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സൊക്കെ ചെയ്യുന്ന മേടം രാശിക്കാർക്ക് അതിലൊക്കെ ഒരുപാട് പുരോഗതി, അതുമൂലം നല്ല സാമ്പത്തിക അഭിവൃദ്ധി, ധനവരവ് വന്നു ചേരും. ആഗ്രഹിക്കുന്ന പോലെ വിദേശ യാത്ര, വിദേശ ജോലിക്കൊക്കെയുള്ള ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. ചെയ്യുന്ന ജോലിയിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള മാറ്റം, ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പദവി മാറ്റമോ സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ ഒക്കെ വന്നു ചേരുന്ന സമയം. പലർക്കും ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുന്ന സമയവുമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച്. മനസ്സിലാഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. ഇത്രയും നാളും ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുകയും ഇത്രയും നാൾ ലഭിക്കാതിരുന്നൊരു സമ്പാദ്യം, ഒരു സേവിങ്സിനൊക്കെയുള്ള ഒരു കാലവുമാണ് മുന്നോട്ടുള്ള പുതുവർഷം എന്ന് പറയുന്നത് തന്നെ.
പ്രധാനമായിട്ടും മേടം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് ശുഭ ചിലവുകൾ വന്നു ചേരുന്ന സമയമാണ്. വിവാഹം പോലെയുള്ള മംഗള കാര്യങ്ങൾ അനുഭവത്തിൽ വരും. അതുപോലെ സ്വന്തമായി ഭൂമി വാങ്ങുക, അതൊരു ശുഭച്ചിലവാണ്. ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കി ഗൃഹപ്രവേശം വരെ നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് മേടം രാശിക്കാർക്ക്. നിങ്ങൾ ഈ സമയത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈശ്വരാനുഗ്രഹം ഭാഗ്യമാണ്. ഭാഗ്യമെന്ന് പറയുന്ന പലതരത്തിലാണ്. ചിലർക്ക് ആഗ്രഹിച്ച നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, അതുപോലെ അനുയോജ്യമായിട്ടുള്ളൊരു വിവാഹ ബന്ധം വന്നു ചേരുന്നതിലൂടെ ഒരു ഭാഗ്യം, അതുപോലെ തന്നെ സ്വന്തമായി ഭൂമി ഗൃഹയോഗത്തിനുള്ള ഭാഗ്യം, വണ്ടി വാഹന യോഗങ്ങൾ, അങ്ങനെ ഒരുപാട് നന്മകളാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു പുതുവർഷ ഫലം നൽകുന്നത്. ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശയും ദശാകാലങ്ങളുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമ്മുടെ ഓരോരുത്തരുടെയും ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്നറിയുക. ഈ ഒരു മുന്നോട്ടുള്ള ഒരു പുതുവർഷം, ആ ഒരു ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാൾ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന സമയമാണ്. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ മുന്നോട്ട് പോകുന്ന സമയവും, എല്ലാ രീതിയിലും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് മുന്നോട്ട് ആരംഭിക്കാനിരിക്കുന്നത്. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ചിങ്ങം 1 മുതലുള്ള പുതുവർഷ ആരംഭം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ മേടം രാശിയിൽപ്പെട്ട ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ സംബന്ധിച്ചും എല്ലാ ദുഃഖ ദുരിതങ്ങളും വിട്ടൊഴിയുന്ന ഒരു നല്ല ഒരു സമയമാണ് മുന്നോട്ടുള്ള വർഷം നിങ്ങൾക്ക് നൽകുന്നത്. മേടം രാശിക്കാരായ വിദ്യാർത്ഥികൾക്കും വളരെ ഉത്തമമായ സമയമാണ് മുന്നോട്ടുള്ളത്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം 1 മുതൽ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരുന്ന രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർ. കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ, ദുഃഖ ദുരിതങ്ങളിൽ കൂടെയൊക്കെ കഴിഞ്ഞ കുറച്ച് കാലമായി കടന്ന് വന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് പലർക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റു ചിലരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ജോലി, തൊഴിൽ, ആ ബിസിനസ് മേഖലകളിൽ കർമ്മരംഗത്ത് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടുമുള്ള ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കുന്നവരും, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് വളരെയധികം പരാധീനതകൾ, സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന കർക്കിടകം രാശികളിൽപ്പെട്ട വ്യക്തികൾ നിരവധിയാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കടന്നു വരുന്നവരാണ്. ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യങ്ങൾക്കും തടസ്സം, ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവർ തന്നെ. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കർമ്മ മേഖലയിലൊക്കെ ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളും, നമ്മളുടെ സ്വന്തം ബന്ധങ്ങളിൽ നിന്നോ അതുപോലെ വേണ്ടപ്പെട്ടവർ അവരിൽ നിന്നൊക്കെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്ന ഏറ്റവും നല്ല സമയം, കാലമാണ് ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്നത്. ഇത്രയും നാളും ജീവിതത്തിൽ അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ പറ്റുന്ന സമയം എന്നുള്ളതാണ് ചുരുക്കത്തിൽ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ നൽകുന്നത് കടബാധ്യതകൾ, രോഗങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു സുവർണ്ണ കാലത്തിൻ്റെ ആരംഭം തന്നെയാണ് ചിങ്ങം 1 മുതൽ കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നേരിട്ടിരുന്ന പലതരത്തിലുള്ള ശത്രുതകൾ, എതിർപ്പുകൾ ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറുന്ന സമയം. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ആരോഗ്യത്തിലൊക്കെ വളരെ പുരോഗതി ഉണ്ടായി നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു ലഭിക്കുന്ന സമയമാണ്. അതുപോലെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു മാറ്റം, അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിലുള്ളൊരു സാമ്പത്തിക അഭിവൃദ്ധി, ധനനേട്ടം വന്നു ചേരുന്ന സമയം. ഒരുപാട് ഈശ്വരാനുഗ്രഹം, ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്.
ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന കർക്കിടകം രാശിക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഗുണഫലങ്ങളൊക്കെയാണ് അനുഭവത്തിൽ വരിക. പ്രധാനമായിട്ടും ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും വിട്ടുമാറും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, തൊഴിൽ മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുക. ആഗ്രഹിച്ചതുപോലെ കർമ്മ മേഖലയിലൊക്കെ നല്ല ഉയർച്ച, സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്ന സമയവും അതുമൂലം ധനവരവൊക്കെയാണ് മുന്നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ചിങ്ങം 1 മുതലുള്ള കാലത്ത്. സ്വന്തമായൊരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നവർക്കും വളരെയധികം നല്ല അഭിവൃദ്ധി, നേട്ടങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ രാശിയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മറഞ്ഞിരിക്കുന്ന പല പ്രശ്നങ്ങളും, നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കുക. വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന പലർക്കും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം തീർച്ചയായിട്ടും വന്നു ചേരും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയവും കാലവുമാണ്. പൊതുവെ നല്ലൊരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരുന്ന സമയം. കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിത്തിരിച്ച കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാലതാമസങ്ങളൊക്കെ വിട്ടുമാറി എല്ലാത്തിലും നല്ല മാറ്റം. അതുപോലെ സാമ്പത്തികപരമായിട്ടൊരു അഭിവൃദ്ധി, ഒരു സമ്പാദ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭവുമാണ്. ഒരുപാട് ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ഒരുപാട് കാലങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യത്തിനും യോഗമുള്ള സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ചും ദാമ്പത്യ കുടുംബജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു സമയം. കർക്കിടകം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മുന്നോട്ട് വളരെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഉയർ പഠനം, വിദേശ പഠനം ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിൽ ആ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കർക്കിടകം രാശിയിൽപ്പെട്ട ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ രോഗദുരിതങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നുമൊക്കെ ഒരു മുക്തി ലഭിക്കുന്ന സമയമാണ്. പലപ്പോഴും നിങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പകുതി വഴിയിൽ മുടങ്ങിപ്പോയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങളാണ് ഒരു 60 വയസ്സിന് മുകളിലുള്ള കർക്കിടകം രാശിക്കാർ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അതൊക്കെ വിട്ടുമാറും. അതുപോലെ സ്വന്തം കുഞ്ഞുങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പല നന്മകളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ആഗ്രഹിച്ചതുപോലെ സന്താനങ്ങളിൽ നിന്ന് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന സമയം. ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയവുമാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും ക്ലേശങ്ങളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് സുഖം, സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പ്രത്യേക മതിപ്പും ഒരു ബഹുമാനവും ഒക്കെ ലഭിക്കുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന സമയം. മനസ്സിന് സന്തോഷം, സുഖമൊക്കെ കുടുംബത്തിൽ നിന്നും കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിന്നും ലഭിക്കുന്ന സമയമാണ്. പൊതുവെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഉത്തമമായ ഒരു സമയമാണ്. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന ദശാകാലവും ദശാനാഥൻ്റെ ബലവും ബലഹീനതയും ഒക്കെ തിരിച്ചറിയുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങളാണ്, ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചിങ്ങം 1 മുതൽ കാത്തിരിക്കുന്നത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു പുതുവർഷ ഫലം ചിങ്ങം 1 മുതൽ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, ഗുണഫലങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് ഈശ്വരാനുഗ്രഹം ഏറ്റവും അധികം ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം 1 മുതൽ കർക്കിടകം 32 വരെയുള്ള ഒരു സമയം.
ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇത്രയും കാലം ജീവിതത്തിൽ അനുഭവിച്ചു വന്ന പല കഷ്ടതകളിൽ നിന്നുമുള്ള ഒരു മോചനം, ഒരു മുക്തിയാണ് ഈ ഒരു പുതുവർഷ ഫലം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ അനുഭവത്തിൽ ലഭിച്ചത് എന്നുള്ളതാണ് സത്യം. ഒരുപാട് വിശ്വസിച്ചിരുന്നവർ, നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടവരെന്ന് കരുതിയിരുന്നവരിൽ നിന്ന് പോലും നമുക്ക് പലതരത്തിലുള്ള ചതിവോ വഞ്ചനകളോ അപമാനങ്ങളോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ലഭിച്ച ഒരു സമയത്തിൽ കൂടെയാണ് പലരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ട് വലിയ ബാധ്യതകൾ, പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട ചിങ്ങം രാശിക്കാർ നിരവധിയാണ്. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് അനുഭവത്തിൽ വന്ന ചില രോഗദുരിതങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, സർജറികൾ, ഇതൊക്കെ അനുഭവത്തിൽ വന്നവർ ധാരാളമാണ്. കടബാധ്യതകൾ ഒരു വലിയ പ്രശ്നമായിട്ടാണ് പലർക്കും ഇപ്പോൾ മുന്നിലുള്ളത് തന്നെ. ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ഒരു ചിലവ് അനുഭവത്തിൽ വരിക, ജീവിതത്തിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ ഒക്കെ. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ജോലി സ്ഥലത്താണെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും അനാവശ്യമായ ഒരു ശത്രുത, പകയൊക്കെ അനുഭവത്തിൽ ലഭിച്ച ഒരു സമയത്തിൽ കൂടെ കടന്നു വരുന്നവരുമാണ്. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില കേസ്, വഴക്കുകൾ, പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടവർ ധാരാളമാണ്. കേസ് വഴക്കുകളെന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന കോടതി വ്യവഹാരങ്ങൾ, ആ പ്രശ്നങ്ങളായിട്ട് ഭൂമി സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകൾ, മറ്റു ചിലരെ സംബന്ധിച്ച് നമ്മൾ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ അവസാനം ആ പണം ലഭിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കോടതി വ്യവഹാരങ്ങളിലൊക്കെ എത്തിപ്പെടേണ്ട അവസ്ഥയും പലരെയും സംബന്ധിച്ച് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പൊതുവെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സമാണ്. മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും പകുതി വഴിയിൽ മുടങ്ങിപ്പോയൊരവസ്ഥയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ചില സ്വത്തുവകകൾ, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സം, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ചു പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അവസ്ഥ, അത് പുനരാരംഭിക്കുവാനുള്ള ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ എന്ന് വേണ്ട ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ഒരു വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലുമൊക്കെ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികൾ. പലർക്കും ലഭിക്കുമെന്ന് കരുതുന്ന പല കാര്യങ്ങളും അവസാന നിമിഷം കൈയെത്തുന്ന ദൂരത്ത് നഷ്ടപ്പെട്ടു പോയ അനുഭവമൊക്കെ ഒരുപാട് വ്യക്തികൾക്കുണ്ട്. ഏതായാലും ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും ചിങ്ങം 1 മുതൽ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് നേർ വിപരീതമായ ഒരു ഓപ്പോസിറ്റ് ഫലം, വളരെ നല്ല ഗുണാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുക, ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള സമയമാണ് ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അവരവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവുകളും നിങ്ങളെ വിട്ടുമാറുന്ന സമയം. ഒരു ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ വിട്ടുമാറി അതിൽ നല്ലൊരു പുരോഗതി വരിക, ആഗ്രഹിച്ച തരത്തിലുള്ളൊരു ജോലി മാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ ലഭിക്കുന്ന സമയം. സ്വന്തമായിട്ടൊക്കെ ബിസിനസ്സൊക്കെ നടത്തി വന്ന ചിങ്ങം രാശിക്കാർക്ക് ആ ബിസിനസ്സിലൊക്കെ ഒരുപാട് വലിയ നേട്ടങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരുന്ന സമയം. മുടങ്ങിക്കിടന്നിരുന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന സമയം. നിങ്ങളിലേക്കൊരു ഈശ്വരാനുഗ്രഹം, ഒരു ഭാഗ്യം. ഇത്രയും നാൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവ് അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലും അനുഭവിച്ച വ്യക്തികളാണ് ചിങ്ങം രാശിക്കാർ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് അതിന് നേർ വിപരീതമായിട്ടുള്ള നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. പൂർവികപരമായിട്ട് എന്തെങ്കിലും സ്വത്തുവകകൾ ലഭിക്കാനുണ്ടെങ്കിൽ വന്നു ചേരും. ഒരുപാട് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യത്തിനുള്ള സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി ഏതുമാകട്ടെ ആ കർമ്മമേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ജോലിക്ക് ശ്രമിച്ചാൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച്. അതുപോലെ വിദേശ ജോലി ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. വിദേശത്ത് ജോലി ചെയ്യുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖല കൊണ്ട് ധനവരവ്, സമ്പാദ്യം വന്നു ചേരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിലെ സന്തോഷം, സമാധാനം, സുഖം അനുഭവത്തിൽ വരും. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി അനുയോജ്യമായ മംഗളകരമായ വിവാഹം വന്നു ചേരുന്ന സമയം.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മോശപ്പെട്ട അനുഭവങ്ങളും വിട്ടുമാറും, കടബാധ്യതകൾ വിട്ടൊഴിയും, രോഗദുരിതങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം കിട്ടും. ജോലി ചെയ്യുന്ന ഇടങ്ങളിലും കുടുംബാംഗങ്ങളുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന ശത്രുതകൾ, എതിർപ്പുകൾ, പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. കേസ് വഴക്കുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ചിങ്ങം 1 മുതൽ ഒരുപാട് ഈശ്വരാനുഗ്രഹം, നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. പലർക്കും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഇനി ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല എന്ന് ഉറപ്പിച്ച് കരുതിയ, നിങ്ങൾ ഉപേക്ഷിച്ച കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് പൂർവാധികം ശക്തിയോടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കുന്ന ഒരു ഈശ്വരാനുഗ്രഹമുള്ള വളരെ നല്ലൊരു സമയം, നല്ല കാലമാണ് ചിങ്ങം രാശിക്കാർക്ക്. നിങ്ങളെ സംബന്ധിച്ച് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ പറ്റും. സ്വന്തമായി ഭൂമി, ഗൃഹം, വാഹന യോഗമൊക്കെ വന്നു ചേരുന്നതുമാണ്. എല്ലാ വിധത്തിലുമുള്ള നന്മകൾ. ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചും രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും. ശരീരത്തിന് ആരോഗ്യം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല നന്മകളും ജീവിതത്തിൽ നടക്കും. മനസ്സിനൊരു സന്തോഷം, സമാധാനം, സുഖം. പ്രത്യേകിച്ചും അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് അനുഭവിക്കാനുള്ള യോഗം, സന്താനങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാനുള്ള സമയം, സന്താനങ്ങൾ അവരവരുടെ കുട്ടികളിൽ നിന്ന് മനസ്സിന് സന്തോഷം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം. അതുപോലെ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ, മക്കളുടെ വിവാഹം നടക്കുന്ന സമയവുമാണ് ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്നത്. അവർക്ക് നല്ല വിവാഹ യോഗം, അതുപോലെ തന്നെ പേരക്കുട്ടികളെ കാണാനുള്ള ഭാഗ്യം, സന്താന യോഗമൊക്കെ മക്കൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ്. ഏറ്റവും നല്ല ഈശ്വരാനുഗ്രഹമുള്ള സമയം എന്ന് തന്നെ പറയാം. അതുപോലെ ചിങ്ങം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും വളരെ ഉത്തമമായ സമയമാണ്. ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ചയുണ്ടാകും. ചിങ്ങം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ദാമ്പത്യ സുഖം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കുടുംബത്തിൻ്റെ ഉയർച്ച, നന്മകൾ, സ്വന്തം ബന്ധങ്ങൾ, സഹോദരങ്ങളുടെ ഇടയിലൊക്കെ ഒരു നല്ല സ്നേഹബന്ധം ഉടലെടുക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യാനുഭവങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുന്നത്. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാലുള്ള ദശാകാലവും ദശാനാഥൻ്റെ ബലവും ബലഹീനതയും, ജാതകത്തിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്തു പോയാൽ ജീവിതത്തിൽ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ വന്നു ചേരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിങ്ങം 1 മുതൽ ഒരുപാട് നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ, ധനധാന്യ സമ്പൽ സമൃദ്ധി വരുന്ന പുതുവർഷം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഭാഗ്യവർഷമാണ് ചിങ്ങം 1 മുതൽ ഈ ഒരു പുതുവർഷക്കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷക്കാലം ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ്. ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന സമയം, ഒരുപാട് നന്മകൾ സംഭവിക്കുന്ന സമയത്തിൻ്റെ ആരംഭവും കൂടെയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ അറിയാത്ത വ്യക്തികൾ, ആ കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ജീവിതത്തിൽ സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സുഖം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ലഭിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ വിട്ടുമാറി ജീവിതം വളരെ നല്ല രീതിയിൽ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ് സുഖം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആഗ്രഹങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങൾക്കത് സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്നത്. അതുപോലെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഒരു സുഖം ലഭിക്കുന്ന സമയം. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും. ചിലരെ സംബന്ധിച്ച് നല്ല ജോലി ലഭിക്കണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ സ്വന്തമായൊരു ഭൂമി വാങ്ങണം, ഒരു ഗൃഹം നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം, അതുപോലെ വിദേശ ജോലിക്കായിട്ടുള്ള ഒരാഗ്രഹം, അതുപോലെ തന്നെ കുടുംബത്തിൽ ചിലരെ സംബന്ധിച്ച് കുട്ടികളുടെ വിവാഹം നടക്കുക എന്നുള്ളതായിരിക്കും ഒരാഗ്രഹം. സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ കാണും. അങ്ങനെ ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഏതായാലും കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണതയിലെത്തുന്ന സമയമാണ്. ചിലരെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു തൊഴിൽ സംരംഭം, ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റുന്ന സമയവും കാലവുമാണ്.
പ്രധാനമായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങളാണ് നൽകുന്നത്. നല്ല ഒരു ജോലി, സ്ഥാനമാറ്റം, ആ ജോലിയിൽ തന്നെ ഒരു പദവി ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയം, വിദേശ ജോലി ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവും കൂടെയാണ്. സ്വന്തമായിട്ട് തൊഴിൽ, ബിസിനസ്സൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചും അതിലൊക്കെ ഒരുപാട് ഉയർച്ച, ധനവരവ്, അതുമൂലമൊരു സാമ്പത്തിക അഭിവൃദ്ധി, ധനഭാഗ്യം, ധനലാഭം, സമ്പാദ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന ഒരു നല്ല കാലത്തിൻ്റെ ആരംഭവുമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി വിട്ടുമാറി ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷം, സുഖം വന്നു ചേരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. പ്രധാനമായിട്ടും കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ് ആരംഭിക്കാൻ പോകുന്നത്. എത്ര വലിയ കടബാധ്യതയായാലും ബുദ്ധിമുട്ടായാലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റമുണ്ടാകും. അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിലുള്ള നല്ലൊരു ധനവരുമാനം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം. നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ, കുടുംബ ബന്ധങ്ങളുടെ ഇടയിലോ, സഹോദരങ്ങളുടെ ഇടയിലോ ഒക്കെ, സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ നിലനിന്നിരുന്ന ശത്രുതകൾ, എതിർപ്പുകൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയവുമാണ്. നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനമാനം ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭവുമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകൾ, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ട്, അതുപോലെ ദാമ്പത്യപരമായിട്ടൊക്കെ കേസ് വഴക്കുകൾ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന കന്നിരാശിക്കാരാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു വളരെ നല്ല പുരോഗതി, ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. കന്നിരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അത് നല്ല ജോലി ലഭിക്കുന്നത് മൂലമൊക്കെ ആ ഒരു ഭാഗ്യം വന്നു ചേരും. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു ഗൃഹനിർമ്മാണം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ചിങ്ങം 1 മുതൽ പലർക്കും സ്വന്തമായൊരു ഭൂമി വാങ്ങുവാനുള്ള യോഗം, സ്വന്തമായി ഗൃഹം നിർമ്മിച്ച് ഗൃഹപ്രവേശം വരെ നടത്താനുള്ള യോഗമുള്ള സമയമാണ് ഈ ഒരു കാലമെന്ന് പറയുന്നത് തന്നെ. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയവും കൂടെയാണ്. ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കും. എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടുമാറും. ആഗ്രഹിച്ച ജോലി ലഭിക്കുന്ന ഏറ്റവും നല്ല സമയം, സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ പറ്റുന്ന കാലം, എല്ലാം നിങ്ങൾക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്തിനെ, ഈ ഒരു കാലത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിത പങ്കാളി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറുന്ന ഒരു സമയവും കൂടിയാണ്. സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ വളരെ ഉയർച്ചയിൽ, ഉന്നതിയിലെത്തുന്ന ഒരു വർഷക്കാലവുമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. ഭാഗ്യം, ഈശ്വരാനുഗ്രഹമാണ് നിങ്ങൾക്ക് ഈ പുതുവർഷം ചിങ്ങം 1 മുതൽ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതും. ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. ആഗ്രഹിക്കുന്ന പോലെയുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്ന, വിദേശത്ത് വസിക്കുന്ന കന്നിരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭം തന്നെയാണ്. ഈ സമയത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു സന്തോഷം, സമാധാനം, സുഖം അനുഭവത്തിൽ വരും. ദാമ്പത്യ കുടുംബജീവിതമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നല്ല ഒരു അനുയോജ്യ വിവാഹാലോചനകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയം. മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. ഇത്രയും നാളും ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു സമ്പാദ്യം, ഒരു സേവിങ്സ് കന്നിരാശിക്കാർക്ക് ഈ ചിങ്ങം 1 മുതൽ പുതുവർഷക്കാലം ഒരു സമ്പാദ്യം അനുഭവത്തിൽ വരും. നിങ്ങൾ അധ്വാനിക്കുന്ന പണം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാൻ സാധിക്കും. സ്വന്തമായിട്ട് ഭൂമി, ഗൃഹം, വാഹന യോഗം വന്നു ചേരുന്ന സമയമാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. വിവാഹം, അതുപോലെ തന്നെ സന്താന ഭാഗ്യം, ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകാര്യങ്ങൾ കൂടെ നടക്കുന്ന സമയമാണ്. കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് നോക്കി ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും ദശാനാഥൻ്റെ ബലവും ബലഹീനതയും ഒക്കെ മനസ്സിലാക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ജാതകപ്രകാരം ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്.
ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു കാലം, ഈ ഒരു സമയം, മുന്നോട്ടുള്ള വർഷം ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും സുഖവും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളി നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ പുതുവർഷ ഫലം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണകാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ്. ഏറ്റവും നല്ല ഗുണഫലങ്ങൾ, നന്മകളാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന അനുഭവമായിരിക്കും ലഭിക്കുക. ഇത്രയും കാലം ജീവിതത്തിൽ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ, പരാജയങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ചെയ്യുന്ന ജോലിയിൽ, സ്വന്തമായിട്ട് തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നതിലൊക്കെ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ, ഇതൊക്കെ വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിൽ സ്വന്തം ബിസിനസ്, തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി, പുരോഗതി, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ, തൊഴിലിനെ, ആ സംരംഭത്തിനെ വളരെ ഉയർന്ന നിലയിൽ എത്തിക്കുവാനും അതുമൂലം നല്ലൊരു ധനവരവ് വന്നു ചേരുന്ന സമയം. സാമ്പത്തികപരമായിട്ടുള്ള കടബാധ്യതകളൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല വർഷത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. ആഗ്രഹിച്ചതുപോലെ ആ ജോലിയിലൊക്കെ നല്ലൊരു മാറ്റം, ഒരു ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയവുമാണ്. അവരവരുടെ കർമ്മത്തിൽ കൂടെ നല്ല ധനവരവ് ലഭിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. മനസ്സിന് നേരിട്ടിരുന്ന അകാരണമായ ഭയമോ ഒക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയം. നിങ്ങളുടെ മനസ്സിന് തന്നെ നല്ല ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം വന്നു ചേരും. ആത്മധൈര്യം ലഭിക്കും. മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ആ പ്രേരണ നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മനസ്സിന് തന്നെ ഒരു സന്തോഷം, സുഖം അനുഭവത്തിൽ വരും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പുരോഗതി, നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ശരീരത്തിനൊക്കെ പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു ഉയർച്ച ലഭിക്കുന്ന ഒരു വർഷമാണ് പുതുവർഷ ഫലം നിങ്ങൾക്ക് നൽകുന്നത്. പലരെയും സംബന്ധിച്ച് സ്വന്തമായിട്ട് ഭൂമി വാങ്ങുവാനുള്ള യോഗവും ഗൃഹം നിർമ്മിച്ച് ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗം വരെ ഉള്ള സമയമാണ് ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്നത്. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്കൊരു ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ കാലം, സമയം വളരെ വളരെ അനുകൂലമാണ് എന്നുള്ളതാണ് പരമമായ സത്യം. പൊതുവേ വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ധനം സംബന്ധം, പണം സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ലഭിക്കുന്ന വർഷത്തിൻ്റെ ആരംഭമാണ്. എത്ര വലിയ കടബാധ്യതകളാണെങ്കിലും നിങ്ങൾക്കതൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ അതിനേക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ തക്ക തരത്തിലുള്ളൊരു സാമ്പത്തിക നേട്ടം, സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. അവരവരുടെ കുടുംബത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന മനപ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ, കഷ്ടതകൾ കുടുംബത്തിൽ, അത് ദാമ്പത്യമാകാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ, സഹോദരങ്ങൾ, അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ വിട്ടുമാറി ആ കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബാംഗങ്ങളുടെ ഇടയിലുമൊക്കെ ഒരു സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളൊരു നന്മ പറഞ്ഞാൽ പോലും കേൾക്കുന്ന വ്യക്തികൾ അതിനെ നെഗറ്റീവായിട്ടെടുത്ത് ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങളോട് പെരുമാറിയ അനുഭവം നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾ ജോലി ചെയ്യുന്നിടങ്ങളിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ അത് അനുഭവത്തിൽ വന്ന് കാണും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു വിലയും ഒരു മതിപ്പും ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവും കൂടെയാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിരുന്നവരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികൾ. ആ വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സം, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അനുയോജ്യമായ മംഗല്യഭാഗ്യം, ആ വിവാഹ യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയവും കൂടിയാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യം ലഭിക്കുന്ന വർഷവും കൂടിയാണ് മുന്നോട്ട് ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്നത്. പൂർവികപരമായിട്ട് എന്തെങ്കിലും ഭൂമി, സ്വത്തൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ഇതിൽ പ്രധാനമായിട്ടും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ മംഗല്യം, വിവാഹം നടക്കുന്ന സമയം, സന്താന ഭാഗ്യം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു കാലത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭമാണ്.
ഒരുപാട് കാലങ്ങളായി സ്വന്തം കുട്ടികളെ വേർപിരിഞ്ഞ് കഴിഞ്ഞ മാതാപിതാക്കളാണെങ്കിൽ അവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണോ നന്മകൾ ജീവിതത്തിൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയം. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന ഒരു വർഷത്തിൻ്റെ ആരംഭവുമാണ്. അവരവരുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണോ നന്മകൾ, മനസ്സുഖം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ സ്വന്തം സന്താനങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു മനസ്സന്തോഷം, സുഖം ലഭിക്കും. ശരീരത്തിനാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സുഖം വന്നു ചേരുന്ന സമയമാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന വൃശ്ചികം രാശിക്കാരുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു സുഖം, സന്തോഷം അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകൂ. എത്ര വലിയ സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും വിട്ടുമാറും. സ്വന്തമായി ഭൂമി ഗൃഹയോഗത്തിനുള്ള കാലമാണ്. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു പുതുവർഷ ഫലം വൃശ്ചികം രാശിക്കാർക്ക് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് നോക്കി ജാതകവശാൽ നടക്കുന്ന ദശയും ദശാകാലവും ദശാനാഥൻ്റെ ബലവും ബലഹീനതയും ഒക്കെ മനസ്സിലാക്കി എന്തെങ്കിലും ജാതകവശാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെയധികം നല്ല ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഈ ഒരു പുതുവർഷക്കാലം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും, ആയുരാരോഗ്യ സൗഖ്യങ്ങളും, ധനധാന്യ സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ അത്രമേൽ നിങ്ങളുടെ കഷ്ടതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചിതരാകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ചിങ്ങം 1 മുതൽ. കഴിഞ്ഞ കുറേ കാലങ്ങളായി മകരം രാശിക്കാരൊക്കെ അനുഭവിച്ച വ്യഥകൾ, മനക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒന്നും നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. 7 ശനി തുടങ്ങിയ കാലം മുതൽ തന്നെ അത്രമേൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് മകരം രാശിക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ച് 7 ശനി നിങ്ങൾക്ക് ഇതുവരെ അവസാനിച്ചിട്ടില്ല. 2025 മാർച്ചിലാണ് അവസാനിക്കുക. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് 7 ശനിയുടെ ദോഷം നവംബർ 15 വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അത് പൂർണ്ണമായിട്ടും വിട്ടുമാറി നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നീട് ശനിമാറ്റം സംഭവിക്കുന്നതിന് വിരലിലെണ്ണാവുന്ന 3-4 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയുമാണ്. ഇപ്പോൾ ചിങ്ങം 1 മുതൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു വർഷക്കാലം ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ, ഏറ്റവും അധികം നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വരുന്ന സമയമാണ്. 7 ശനി ദോഷം ഏതാണ്ട് പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന അവസ്ഥയിലേക്കും കൂടെ വരുന്നത് കൊണ്ടും മകരം രാശിക്കാരായ നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ഈ ചിങ്ങം 1 മുതൽ അനുഭവത്തിൽ വരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി മകരം രാശിക്കാർ അനുഭവിച്ച പ്രശ്നങ്ങൾ പലരെയും സംബന്ധിച്ച് പല തരത്തിലാണ് എന്നുള്ളതാണ്. ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലർക്ക് കടബാധ്യതകൾ താങ്ങാവുന്നതിനും സഹിക്കാവുന്നതിനും അപ്പുറം, ചിലർക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ ബുദ്ധിമുട്ട്, ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് അതെല്ലാം പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അവസ്ഥ, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിപ്പോവുക, മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള കടബാധ്യതകൾ, പ്രശ്നങ്ങളിലേക്ക് എത്തുക, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുക, നമ്മൾ വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയിരുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ അപമാനം, ചതിവ്, വഞ്ചന ഇതൊക്കെ ലഭിക്കേണ്ട അവസ്ഥ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, വളരെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് വന്നിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പലർക്കും കടബാധ്യതകൾ ഒരുപാടായി പലതും നഷ്ടപ്പെട്ട അനുഭവമൊക്കെ ഈ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മകരം രാശിക്കാർ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരനുഭവം പലർക്കുമുണ്ട്. അതുപോലെ സാമ്പത്തികം 10 രൂപ വന്നാൽ അതിൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്ന പണം എങ്ങനെ പോകുന്നു എന്നറിയില്ല. ഏത് രീതിയിൽ കടബാധ്യതകൾ നമുക്കുണ്ടാകുന്നു എന്നറിയാത്തൊരവസ്ഥ, അതുപോലെയുള്ളൊരു ചിലവ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം, നമുക്കാര് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികൾ ആരാണ്, നമ്മളുടെ കഷ്ടതകളിലും സുഖങ്ങളിലുമൊക്കെ കൂടെയുള്ളവർ ആരാണ് എന്നുള്ള തിരിച്ചറിവ് ഏറ്റവും കൂടുതൽ ലഭിച്ച വ്യക്തികളാണ് മകരം രാശിക്കാർ.
ഇത്രയധികം മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യുന്ന ഒരു രാശിക്കാരില്ല എന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്തിട്ട്, മറ്റുള്ളവരെന്ന് ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് അവസാനം നമ്മൾ ആരെയാണോ സ്നേഹിച്ചത് അവരിൽ നിന്ന് തന്നെ മോശപ്പെട്ട അനുഭവവും വിശ്വാസവഞ്ചനയും ഒക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. പലരും കൈവിട്ട അവസ്ഥ, കൈയൊഴിഞ്ഞ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്ന മകരം രാശിക്കാർ നിരവധിയാണ്. എടുത്ത് പ്രത്യേകം ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല. എല്ലാ തരത്തിലും പലവിധ പ്രശ്നങ്ങളിൽ കൂടെ, അത് മാനസികമായ ബുദ്ധിമുട്ട്, ശാരീരികപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പലതരത്തിൽ അനുഭവിച്ച് മുന്നോട്ട് വരുന്ന അവസ്ഥയാണ്. പലരും ജീവിതത്തിൽ ഒന്നുമില്ല എന്ന അവസ്ഥയിൽ വരെ എത്തിയ ആ ഒരു രീതിയിലുമാണ്. മകരം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, കഷ്ടതകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇതിനൊക്കെ ഒരു മാറ്റം, ഒരു പരിഹാരമാണ് ഇനി മുന്നോട്ട് വരുന്ന സമയം നിങ്ങൾക്ക് നൽകുന്നത്. ജോലിയില്ലാത്ത വ്യക്തികൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയമാണ് ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്നത്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ ജോലിയിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. സ്വന്തമായൊരു ബിസിനസ്, തൊഴിൽ ചെയ്യുന്നവർ, അത് നിങ്ങൾ ആ ഒരു ബിസിനസ് കർമ്മ മേഖലയിൽ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ വിട്ടുമാറി അതിലൊക്കെ ഒരു നല്ല ഉയർച്ചയിലെത്തുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് നേരിട്ടിരുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു നല്ല ഒരു മാറ്റം ലഭിക്കുന്ന സമയം. അങ്ങനെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ, എത്ര വലിയ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ചിങ്ങം 1 മുതൽ മുന്നോട്ട് തുടങ്ങുന്ന ആ ഒരു പുതുവർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ വന്നു ചേരും. എല്ലാ തരത്തിലുള്ള മാനസിക വ്യതകളും മനക്ലേശങ്ങളും നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറും. മുന്നോട്ട് പലരെയും സംബന്ധിച്ച് ഇനി ജീവിതത്തിൽ മുന്നോട്ട് ഒന്നുമില്ല എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നവരുമുണ്ട്. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച ഒരവസ്ഥയിൽ അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മകരം രാശിക്കാർ ജീവിതത്തിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ച് കടന്നു വന്ന മേഖലകൾ മറ്റുള്ളവരോട് പറഞ്ഞറിയിച്ചാൽ അവർക്കത് മനസ്സിലാകണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അനുഭവങ്ങൾ എന്നുള്ളതാണ്. എന്തായാലും കടബാധ്യതകളും അപമാനങ്ങളും വഞ്ചനകളും ഒക്കെ അനുഭവിച്ചവർ നിരവധിയാണ് എന്നുള്ളതാണ് സത്യം. എല്ലാ തരത്തിലും ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് സാമ്പത്തികം, കടബാധ്യതകളൊക്കെ തലയ്ക്ക് മീതെ എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നവരും ധാരാളമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അതുപോലെ ഓരോ പ്രശ്നങ്ങളാണ് പലർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളത്. മകരം രാശിക്കാരായ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അത് ചെയ്യുന്ന ജോലി, കർമ്മ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറും, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറും, ദാമ്പത്യ കുടുംബജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും, വിവാഹ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ മാറും. എത്ര വലിയ കടബാധ്യതകളാണെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും നാൾ നിങ്ങൾക്ക് മനസ്സിനില്ലാതിരുന്നൊരു ധൈര്യം, ഒരു സന്തോഷം, സുഖം, ആത്മവിശ്വാസം വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കുക. സ്വന്തമായിട്ട് ഒരു വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന വർഷമാണ് 2024 ഓഗസ്റ്റ് 17 മുതൽ ചിങ്ങം 1 ആരംഭിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്നത്. സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഗൃഹനിർമ്മാണ യോഗമുണ്ടാകും. വിദേശവാസം, വിദേശ ജോലിക്കുള്ള യോഗം, വിദേശത്ത് വസിക്കുന്നവരിൽ സംബന്ധിച്ച് ആ ഒരു ബുദ്ധിമുട്ട്, കഷ്ടതകൾ വിട്ടുമാറുക, കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ മാറുന്ന സമയം. പൊതുവെ മകരം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നു എന്ന അവസ്ഥയിൽ നിന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരുവാനായിട്ടുള്ള പല മാർഗങ്ങളും വഴികളും തുറന്നു കിട്ടും. അത്രമേൽ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് മകരം രാശിക്കാർക്ക് ചിങ്ങം 1 മുതൽ ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലം നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കും. മകരം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമം, ബുദ്ധിമുട്ടുകൾ മാറുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുക. അവരുടെ വിവാഹം നടക്കുന്ന സമയം. സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം, ഒരുപാട് നന്മകൾ, ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ അത് വന്നു ചേരുന്ന സമയം. പൊതുവെ ഈശ്വരാനുഗ്രഹം വളരെയധികം മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ,
നല്ല ഗുണഫലങ്ങൾ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും. കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നിങ്ങൾക്ക് വിട്ടുമാറുന്ന സമയം. രോഗദുരിതങ്ങളിൽ നിന്ന് മാറ്റം, കടബാധ്യതകളിൽ നിന്ന് മുക്തി ഒക്കെ വന്നു ചേരും. ഈ ഒരു സമയത്തെ മകരം രാശിക്കാർ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു സന്തോഷം, സുഖം, സമാധാനം, നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയവുമാണ്. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങൾ മനസ്സിലാക്കുക. ദശാനാഥൻ്റെ ബലവും ബലഹീനതയും നോക്കി ജാതകവശാൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരങ്ങൾ ഒക്കെ ചെയ്തു പോയാൽ ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഇത്രയും കാലം അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കും. ജീവിതത്തിൽ പല വഴികളും മാർഗങ്ങളും നിങ്ങളുടെ മുൻപിൽ തുറന്നു കിട്ടും. ഈശ്വരാനുഗ്രഹം വന്നു ചേരും. സമാധാനമായി സന്തോഷമായി മുന്നോട്ട് പോവുക. നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിങ്ങം 1 മുതൽ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും സുഖവും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.